അപ്പം ഏതൊക്കെ രോഗങ്ങൾ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ക്ലിനിക്കിലേക്ക് ആൾക്കാർ വരുന്നത്? ഇപ്പോൾ പല ഏജ് ആപ്പിലുള്ള ആൾക്കാർ വരുന്നുണ്ടാവും. അപ്പം ഇപ്പോൾ അഡോളസൻ പീരിയഡിൻ്റെ കുട്ടികളാണ് വരുന്നതെങ്കിൽ എന്തൊക്കെയായിരിക്കും അവരുടെ രോഗങ്ങൾ, എന്ത് ക്യൂർ ചെയ്യാനായിരിക്കും അവർ വരുന്നുണ്ടാവുക? അഡോളസൻസിൽ കൂടുതലും ഒരു അവരങ്ങനെ ഒരു കൗൺസിലിംഗ് ഒന്നും എടുക്കാൻ ഇഷ്ടപ്പെടാത്തൊരു ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. പക്ഷെ എന്നാലും അവർ വരാറുണ്ട്. ഇപ്പോഴത്തെ ചില കുട്ടികളൊക്കെ പാരൻസിനോട് അങ്ങോട്ട് പറയാറുണ്ട്, അമ്മ എനിക്കൊരു കൗൺസിലിംഗിൻ്റെ ആവശ്യമുണ്ട്. നെറ്റ്ഫ്ലിക്സ് സീരീസ് ഒക്കെ കണ്ടപ്പോൾ അവിടെ നമ്മളിപ്പോൾ അത് കോമൺ ആയി, നമ്മളിപ്പോൾ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് എടുക്കുന്നത് അവിടെ ഒരു കോമൺ തിങ് ആണ്. ഇപ്പൊ നമ്മളും അതിന് ഒരു പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. ആ സ്റ്റിഗ്മ ഒക്കെ കുറെ മാറി തുടങ്ങിയിട്ടുണ്ട്. അത് മാറി തുടങ്ങേണ്ട ആവശ്യമാണ്. പക്ഷെ ആ ഒരു സ്റ്റിഗ്മ ഉള്ളതുകൊണ്ട് തന്നെയാണ് പലരും സൂയിസൈഡിലേക്കിൻ്റെ വക്കത്തേക്കൊക്കെ എത്തുന്നത്. ഇത് പുറമേ കണ്ട ആരെങ്കിലും കാണുമോ, എനിക്കിപ്പം ചിലപ്പോൾ വീട്ടിലുള്ളവർക്കായിരിക്കും കൂടുതൽ സ്റ്റിഗ്മ. അപ്പോൾ അവർ ഇയാളെയും കൊണ്ട് സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കാണില്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ പുറത്ത് വരേണ്ട സമയമായി. ഇപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ഇപ്പോൾ തുറന്ന് പറയാൻ തുടങ്ങിയല്ലേ, ഞാൻ ഇത്രയും കാലം ഡിപ്രഷനിലായിരുന്നു, ഇപ്പോൾ പുറത്തേക്ക് വന്നു. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾ കുറച്ചും കൂടെ കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും, ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. അപ്പം നമ്മളിപ്പോൾ അഡോളസൻസിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇവരെ കൂടുതലായിട്ടും ഇവരുടെ പാരൻസാണ് കൊണ്ടുവരാറ്. ചിലപ്പം അവരറിയാതെ വേറൊരു ട്രിപ്പ് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇവിടെ എത്തുമ്പോഴായിരിക്കും നമ്മളെ കാണുന്നത്. അപ്പം അവരൊരിക്കലും വില്ലിങ് ആവില്ല, അവർക്ക് ദേഷ്യമായിരിക്കും, അവരോടും ദേഷ്യം നമ്മളോടും ദേഷ്യം. ഒരിക്കലും അങ്ങനെ ഒരു ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകരുത്. അവരുമായിട്ട് തുറന്ന് സംസാരിക്കുക. ചിലപ്പം സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു പാരൻറ്റിങ്ങിലെ വിഷയം തന്നെയാണ്. പാരൻസുമായിട്ട് അഡോളസൻസ് എന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ അഡ്വൈസസും ഇൻസ്ട്രക്ഷൻസും ഇഷ്ടപ്പെടാത്തൊരു ഗ്രൂപ്പാണ്. അവരുടെ ഒരു ട്രാൻസ്മിഷൻ സ്റ്റേജാണത്. അവരൊരു അഡൾട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെപ്പോഴും ഒരു അഡൾട്ടായിട്ട് തന്നെ കൺസിഡർ ചെയ്ത് അവർക്ക് ഒരു ഇൻഡിവിജ്വലായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങളും ചിലപ്പോൾ മാറും. അതേസമയം നമ്മളുടെ കുറേ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളൊക്കെ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനും അവരൊരുപാട് അഡ്വൈസൊക്കെ കൊടുക്കാനൊക്കെ നോക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. അപ്പം അതിൽ മെഡിറ്റേഷൻ തന്നെയാണ്. ചിലപ്പം കുട്ടികൾക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ അത് ശരിയാവും. ചിലപ്പോൾ അമ്മമാർക്ക് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാവാറ്. ഇപ്പം അഡോളസെൻ്റ് കഴിഞ്ഞു, അപ്പം ടീനേജിലെത്തുമ്പം ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ആ ഒരു ഏജിലെത്തുമ്പം നമ്മൾ വല്ലാതെ അടികൂടും നമ്മുടെ പാരൻസിനടുത്ത്, എസ്പെഷ്യലി അമ്മമാരുടെ അടുത്ത്. ചിലപ്പം ഒരു റീസണും ഇല്ലാതെ ആയിരിക്കും നമ്മൾ അടികൂടുന്നത്, ചിലപ്പം സില്ലി റീസൺസ് ആയിരിക്കാം. പിന്നെ വാശി നല്ല രീതിയിൽ കൂടുന്ന ഒരു പീരീഡാണ്. ഈവൻ ഇപ്പം മൊബൈൽ ഫോണിന് അധികം ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ നമുക്ക് അധികം ചീത്ത കിട്ടാറുണ്ട്. എന്ത് വേണമെങ്കിലും നമുക്ക് ചീത്ത കിട്ടും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡബിൾ നമ്മൾ അധികം വാശി കാണിക്കും. അപ്പോൾ അതിന് ആ ഒരു പ്രശ്നമായിട്ട് ആൾക്കാർ വരാറില്ലേ? തീർച്ചയായിട്ടും ഈ അഡോളസൻസും ടീനേജേഴ്സും, അതായത് ടീനേജ് ഇത് കൂടുതലും അഡോളസൻസിലാണ് ഉണ്ടാവാറ്. ഇപ്പോൾ ടീനേജേഴ്സും ഈ പ്രശ്നങ്ങളൊക്കെ പറയാറുണ്ട്. അതൊരു കണ്ടിന്യൂഷൻ പോലെ അങ്ങനെ അങ്ങ് പോകും. ഇതിൻ്റെ ഒരു ഹാങ് ഓവർ ആയിരിക്കും. പിന്നെ ടീനേജിലാണെങ്കിലും പിന്നെ കുറച്ചുകൂടെ അപ്പുറത്തേക്ക്, അതായത് ഒരു 30s ചിലപ്പോൾ ഇത് ഇങ്ങനെ ഒരു കണ്ടിന്യൂഷൻ പോലെ സ്റ്റോറി ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒരു മെയിനായിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്യാനും അവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി, അതൊരു വ്യക്തിത്വത്തിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മളുടെ കാര്യങ്ങൾ കൂടുതൽ, നമ്മൾ ചിലപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കും, അപ്പോൾ അതിന് കൊടുക്കാത്തതുകൊണ്ടായിരിക്കും മിക്കവാറും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ ടീനേജേഴ്സ് ചിലപ്പം ഈ ഡിപ്രഷൻ ഇഷ്യൂ ആയിട്ട് കൂടുതൽ വരാറുണ്ട്. അതിന് ബ്രേക്കപ്പ് ഒരു അതെ തീർച്ചയായിട്ടും ഈ ബ്രേക്കപ്പ് ഇഷ്യൂ ആയിരിക്കും മിക്കവാറും ഇതിൻ്റെ പിറകിലുണ്ടാവുക. അല്ലെങ്കിൽ പിന്നെ കാണുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഫെയിലിയേഴ്സ്. ഈ ഫെയിലിയേഴ്സുമായിട്ട് വരുന്ന ആൾക്കാർ മിക്കവാറും വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആയിരിക്കും. ഇത്രയും കാലം നല്ല പിന്നെ ടോപ്പ് സ്കോറായിട്ട് നിന്നും. അപ്പം ഫാമിലിയുടെയും ടീച്ചേഴ്സിൻ്റെയും സ്കൂളിൻ്റെ ഒക്കെ പ്രതീക്ഷയായിരിക്കും. ചിലപ്പോൾ ഒരു 10th സ്റ്റാൻഡേർഡ് അപ്രോച്ച് ചെയ്യുമ്പോഴായിരിക്കും ഇവരുടെ പ്രശ്നങ്ങൾ തുടങ്ങും. ഇവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് എനിക്ക് ഉയരാൻ പറ്റില്ലെങ്കിലോ, അവരായിട്ട് കമ്പയർ ചെയ്യപ്പെടുക, മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യപ്പെടുക. അപ്പോൾ ഇതൊക്കെ എപ്പോഴും വല്ലാത്തൊരു അതായത് നമുക്ക് കണ്ടിന്യൂസ് ഫെയിലിയേഴ്സ് മാത്രമല്ല, കണ്ടിന്യൂസ് ആയിട്ട് സക്സസ് വരുമ്പോഴും ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കൂടുതലും വരുന്നത് അങ്ങനത്തെ കേസസാണ്. ഇത്രയും കാലം സക്സസ് വന്ന് പെട്ടെന്ന് ഒരു ഫെയിലിയർ വരുമ്പം അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഒരിക്കലും എനിക്ക് ഇതിന് പുറത്തേക്ക് വരാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആളങ്ങ് ഡിപ്രസ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ ഇതിനൊക്കെ നമുക്കൊരു സ്മൃതി മെഡിറ്റേഷൻ തന്നെയാണ്. അതിന് പ്രത്യേക ഒരു പലപ്പോഴും ഒരു ചിലപ്പോൾ മെഡിക്കേഷൻ്റെ സപ്പോർട്ട് വേണ്ടി വരും. അപ്പം ഇല്ലാതെയും റിക്കവർ ആവുന്നവരുണ്ട്. ഡിപ്പെൻഡ്സ് അപ്പോൺ പ്രോബ്ലം ആൻഡ് പേഴ്സൺ. തീർച്ചയായിട്ടും മാം, അതുപോലെ തന്നെ ടീനേജ് കഴിഞ്ഞാൽ ഫാമിലി ഇഷ്യൂസും ഒരുപോലെ തന്നെ നമ്മുടെ ചൈൽഡ് ഗ്രോത്തിനെയും അവരുടെ ആ വളർച്ചയെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പം ആ ഫാമിലി ഇഷ്യൂസിനെ പറ്റിയിട്ട് അതെങ്ങനെ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ പറയും കുട്ടികളുടെ മുന്നിൽ അടികൂടരുത്, അത് അവരെ വല്ലാതെ ബാധിക്കും എന്നൊക്കെ പറയും. അപ്പം അതായത് ഫാമിലി ഇഷ്യൂസുമായിട്ട്
അതായത് ഫാമിലി ഇഷ്യൂസ് ഇത്രയും കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പലപ്പോഴും പല പാരൻസിനും അറിയില്ല. കുട്ടികളെപ്പോഴും പല കുട്ടികളുടെയും പ്രശ്നങ്ങൾ തന്നെ തുടങ്ങുന്നത് ചിലപ്പം ഈ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക്. അവർ ചിലപ്പോൾ അതൊരിക്കലും റിയലൈസ് ചെയ്യാതെ കുട്ടിക്ക് എന്തോ ഒരു പ്രശ്നം ഇത്ര കാലമായിട്ട്, പക്ഷെ ഇത്രയും കാലമായിട്ട് അവരുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ അവർ റിസോൾവ് ചെയ്തിട്ടുണ്ടാവില്ല. ഫാമിലി ഇഷ്യൂസിന് നമ്മൾ ഈ കൗൺസിലിംഗ്, അതിന് പ്രത്യേകിച്ച് ഒരു മെഡിസിൻസ് ഒന്നും നമ്മൾ കൊടുക്കാറില്ല. ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മെഡിറ്റേഷൻ, സ്മൃതി മെഡിറ്റേഷൻ ചെയ്യുകയാണ് ചെയ്യാറ്. അത് കുറച്ച് സെഷൻസ് എടുക്കുമ്പോഴേക്ക് തന്നെ അവർക്ക് നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും. ചിലപ്പോൾ ആ ഒരു ഡിഫറൻസ് കൊണ്ട് തന്നെ കുട്ടിയുടെ ഡിപ്രഷനും കുറേയൊക്കെ മാറിയിട്ടുണ്ടാവും. കുട്ടിക്ക് ചെയ്യാതെ മാറിയിട്ടുണ്ടാവും. സത്യമായിട്ടും പാരൻസ് ഹാപ്പി ആണെന്ന് കാണുമ്പം അതെ, കാരണം അവർക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവുകയാണ്. ചെറുപ്പം മുതലേ അച്ഛനും അമ്മയും വഴക്കിടുമ്പോൾ അവരുടെ ഉള്ളിലൊരു ഇൻസെക്യൂരിറ്റി ഡെവലപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ഒരു എല്ലാം, അവരുടെ ഒരു ഹാപ്പിനെസ് മൊമെൻ്റ് എന്ന് പറയുന്നത് അവർ പാരൻസിലൂടെയാണ് ജീവിക്കുന്നതുമെല്ലാം. അപ്പോൾ അവിടെ ഒരു ഇൻസെക്യൂരിറ്റി വന്നു തുടങ്ങി കഴിയുമ്പോൾ പിന്നെ ആ ഒരു ഇൻസെക്യൂരിറ്റി വളർന്ന് ഒരു ഡിപ്രഷനായിട്ടും ആങ്സൈറ്റിയിലേക്കൊക്കെ അത് പോകും. പിന്നെ ഫാമിലി ഇഷ്യൂസ് നമ്മൾ ഡീൽ ചെയ്യുന്ന അതായത് ഡൈവോഴ്സ് കേസസും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കുറച്ച് റെഫറൻസ് വരാറുണ്ട്. അത് ചിലപ്പം നമ്മളൊരിക്കലും ഒരാളെ ഒരു ഡൈവോഴ്സ് ചെയ്യാൻ നിൽക്കുന്ന ഒരാളെ കമ്പൽ ചെയ്ത് അവരെ ഒരുമിപ്പിക്കാനൊന്നും നമ്മൾ ശ്രമിക്കാറില്ല. നമ്മളൊരിക്കലും എപ്പോഴും ഒരു വ്യക്തിയുടെ പ്രാധാന്യം, അതായത് ആ വ്യക്തിക്ക് എങ്ങനെയാണോ അവരുടെ ലൈഫിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത്, അങ്ങനെ ഒരു ഡെസിഷൻ എടുക്കാനാണ് എപ്പോഴും സ്മൃതി മെഡിറ്റേഷൻ. അതായത് അവർക്കൊരു ഇൻസൈറ്റ് ഉണ്ടാകും, ഏത് ലൈഫാണ് എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ, ഇയാളുടെ കൂടെ പോകുന്നതാണോ അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതാണോ അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണറെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അവർക്കൊരു ഡെസിഷനിലെത്താൻ പലരും കൺഫ്യൂഷനായിട്ടാണ് വരാം. ചിലപ്പോൾ ഒരുപാട് അബ്യൂസൊക്കെ അനുഭവിച്ച് വരുന്ന സ്ത്രീകളായിരിക്കും. വീട്ടുകാർ വല്ലാതെ നിർബന്ധം, ഇനി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ഡിപ്രഷനിലൊക്കെ പോയിട്ടായിരിക്കും നമ്മളുടെ അടുത്ത് കൊണ്ടുവരുന്നുണ്ടാവുക. അപ്പോൾ അവർക്ക് ഒരു ബോൾഡായിട്ടൊരു ഡെസിഷൻ എടുക്കാൻ പറ്റും, ഇത് വേണോ, എന്താണ് ആപ്റ്റായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനെ പ്രാപ്തരാക്കുകയാണ് യൂഷ്വലി ഇങ്ങനെ ഫാമിലി ഇഷ്യൂസ്, അതായത് ഈ സെപ്പറേറ്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട്, സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവർ നമ്മളുടെ അടുത്തേക്ക് വരുമ്പം നമ്മൾ ആ ഒരു രീതിയിലാണ് അവരെ ഡയറക്റ്റ് ചെയ്യാറ്. മാം ഇപ്പം ഫാമിലി ഇഷ്യൂസിനെ പറ്റി പറഞ്ഞു, അതല്ലാതെ 40+ ആയിട്ടുള്ള ആൾക്കാർ ഈ ഫാമിലി ഇഷ്യൂസ് അല്ലാതെ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് മാമിനെ സമീപിക്കാറുണ്ടോ? അതെ, സ്ത്രീകളിൽ കൂടുതലൊരു മെനോപോസൽ ഏജ് ആണല്ലോ അത്. അപ്പോൾ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിപ്രഷൻ, അല്ലെങ്കിൽ ചിലപ്പം റിട്ടയർമെൻറ്റ് ഏജും കൂടെയാണ് അതല്ലേ. അപ്പോൾ ഈ റിട്ടയർ ആവാൻ പോകുമ്പം ഒരു ഡിപ്രഷൻ, നമുക്കൊരു വല്ലാതെ ആങ്സൈറ്റി വരും. അത് കഴിഞ്ഞാലുള്ള ലൈഫ് ചിലപ്പോൾ ഫാമിലിയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. റിട്ടയർമെൻറ്റ് ലൈഫിൽ പിന്നെ ഇത് മുഴുവൻ കേട്ടോണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കണമല്ലോ, അത് വേറൊരു പേടി. പിന്നെ ഏർണിംഗ് ഒന്ന് കുറയാൻ തുടങ്ങി, എൻഗേജ്ഡ് അല്ല, അപ്പോൾ അതൊരു ഫിയർ ഉള്ളിലുണ്ടാവും. പിന്നെ മെനോപോസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹോർമോണൽ വേരിയേഷൻസ് കൊണ്ടുള്ള കുറച്ച് സ്ട്രെസ്സുകൾ, അത് ചിലപ്പോൾ നമുക്ക് കാണാം വളരെ ലേറ്റ് ലൈഫിലൊക്കെ ഡൈവോഴ്സ് ആവുന്ന ചില കപ്പിൾസിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചിലപ്പോഴും ഈ മെനോപോസ് റിലേറ്റഡ് ആയിട്ട് ഇവരെ ഇഷ്യൂസ് കൂടുകയും ഈ ഫാമിലി ഇഷ്യൂസ് കൂടുക, അതുവഴി ഫാമിലി ഇഷ്യൂസ് കൂടുകയൊക്കെ ചെയ്യും. അങ്ങനെ അതൊരു സെപ്പറേഷനിലേക്ക് പോവുകയൊക്കെ പലപ്പോഴും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ മെയിൽസിനെ സംബന്ധിച്ചിടത്തോളം 40+ കൂടുതലും വരാറ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടൊക്കെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസോ ഫിനാൻഷ്യൽ ട്രബിൾസൊക്കെ വരിക, അതൊക്കെയാണ് അവരെ കൂടുതലും ബാധിക്കുന്നത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവരെ ജോബ് റിലേറ്റഡ് സ്ട്രെസ്സൊക്കെയാണ് കൂടുതലും ഒരു 40+ കൂടുതലും ഉണ്ടാവാറ്.